ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ കറിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പൊ ഞാനിതാ പനീർ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാമോളം പനീർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബായിട്ടുള്ള പനീറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പൊ ഞാൻ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. പച്ചമുളകിന്റെ അളവൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. സവാള കുറേ വയന്ന് കളറൊന്നും ചേഞ്ച് ആയി കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അപ്പൊ നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്നറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അവിടെ ഒരു 10ഓളം കാഷ്നറ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചപ്പാണ്. അപ്പൊ ഞാൻ ഒരു പിടി നിറയെ ചപ്പ് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ 2 ടേബിൾ സ്പൂണ് പൊതിനയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊതിനയില ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പൊതിനയില കൂടിപ്പോയാൽ നമ്മൾ കറിന്റെ ടേസ്റ്റിനെ മാറിപ്പോകും കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നും വഴറ്റിയെടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയേ. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണേ. അപ്പൊ ഞാൻ അവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഏലക്ക 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് പൊടിക്കാത്ത കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന സ്റ്റാർ ഇല്ലേ, തക്കോലില്ല, അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. സ്പൈസസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളി കുറഞ്ഞ കട്ടത്തൈരാണ് കേട്ടോ. അപ്പൊ ഞാൻ 1/4 കപ്പോളം കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് എടുക്കുക. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ. നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഒന്നും വഴറ്റിയെടുക്കുക കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. സാധാ പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 200 ഗ്രാം പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മളെ പനീർ ആ മസാലയിൽ നന്നായിട്ട് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ പനീർ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം വേണമെങ്കിൽ ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ അളവ് കുറവുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം. അപ്പൊ ഇപ്പൊ ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മളെ പനീറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയേ. നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ പനീറൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവി ഇട്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കറി കാണാൻ വേണ്ടിട്ട്. നല്ല സ്മെല്ലും ഉണ്ട്. ഇതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിതാ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണേ. അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും പത്തിരിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പനീർ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണം. നമ്മൾ ചെയ്തിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണ് കേട്ടോ.
അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.